ചെന്നൈയും മുംബൈയും നേർക്കുനേർ വരുമ്പോൾ ആരാധകർ ഒരു ആവേശ മത്സരമാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ നടന്നു. ശരിക്കും ഒരു എൽ ക്ലാസിക്കോ പോരാട്ടമാണ് ഇന്നലത്തേത്. പക്ഷേ ഇന്നലെ രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടും മുംബൈ ടീമിന് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്നലെ കളി കഴിഞ്ഞ് രോഹിത് ശർമ്മ ധോണിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ചെയ്ത കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈ ടീം വീണ്ടും ജയിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ അടിച്ചു വിളിച്ചു, എന്നിട്ടും മുംബൈക്ക് ജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ രോഹിത്തിൻ്റെ ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ്. 105 റൺസാണ് രോഹിത് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. MS ധോണിയുടെ 3 സിക്സും ഇന്നലെ ക്രിക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിലെ ഹൈലൈറ്റ് ധോണിയും രോഹിത്തുമാണ്. മുംബൈ ഇന്നലെ കളി തോൽക്കാൻ കാരണം അത് ബാറ്റിംഗ് തന്നെയാണ്. സൂര്യകുമാർ ഒന്ന് ഫോം ആയെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ മുംബൈ ടീം കളി ജയിച്ചേനെ. രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ നയിച്ചു, പക്ഷെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. ഇന്നലെ മത്സരം കഴിഞ്ഞ് MS ധോണി ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കളി തോറ്റതിൻ്റെ നിരാശയിൽ രോഹിത് ശർമ്മ നടന്നു വരികയായിരുന്നു. ധോണിയെ കണ്ടതും രോഹിത് ശർമ്മ ഓടി വന്ന് താരത്തെ കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ധോണിക്ക് മുന്നിൽ രോഹിത് ശർമ്മ 2 കൈകൾ കുപ്പി നിന്നു. അതുമാത്രമല്ല, രോഹിത് ശർമ്മ ധോണിയോട് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ഇതിഹാസ താരങ്ങളുടെ ഫോട്ടോസാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയത്. രോഹിത് ശർമ്മയും ധോണിയും ഇന്ത്യൻ ടീമിലെ മികച്ച താരങ്ങളാണ്. ധോണിക്ക് കീഴിൽ രോഹിത് ശർമ്മ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധോണി കണ്ടപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് സന്തോഷം അടക്കാൻ സാധിച്ചില്ല. ഓടി വന്ന് താരത്തെ ഹഗ് ചെയ്തു. ധോണി തിരിച്ചും രോഹിത് ശർമ്മയെ കെട്ടിപ്പിടിച്ചു. 2 താരങ്ങളും ആരാധകർക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് ഫോട്ടോസ് വൈറലായത്. മുംബൈ ഇന്നലെ വീണ്ടും കളി തോറ്റത് അവർക്ക് പണിയായിരിക്കുകയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്തുക അത്ര ഈസിയല്ല. ചെന്നൈ ജയിച്ചതുകൊണ്ട് പ്ലേ ഓഫ് സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.